ഗൈസ്, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാവിലും വിശ്വസിക്കും. ഈ ഒരു ചാനൽ എത്ര നാൾ മുന്നോട്ട് പോകുന്നു, എത്ര ദൂരം പോകുമെന്നോ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. നിങ്ങൾ ജീവിതത്തിൽ സത്യമാണോ മിഥ്യയാണോ എന്ന് വിശ്വസിച്ച പല കാര്യങ്ങളും അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് പറ്റും. ഒരു പക്ഷേ ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങളും കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ ഇപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാം, നിങ്ങൾ പേടിക്കാം. കാരണം ആത്മാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമുക്കിടയിലുണ്ട്, നമുക്കൊപ്പമുണ്ട്. നമ്മൾ അവയെ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് അവയ്ക്ക് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം മാറും. നമ്മളിപ്പോൾ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ സ്വയം അനുഭവിച്ചു തുടങ്ങുന്നത് വരെ എല്ലാം കഥകളും കേട്ടുകഥകളും മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതിനെ നിസ്സാരമായിട്ട് വിട്ടുകളയാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്, ഒരു ക്യാമറയെ ഓണാക്കി വെച്ച് കുറച്ച് എക്യുപ്മെന്റ്സ് എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ട് അതിന്റെ അൺബോക്സിംഗ് വീഡിയോകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേത സിനിമകളുടെയോ പ്രേത സ്ഥലങ്ങളുടെയോ കഥ പറയലല്ല നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അടുത്തുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രേതവാദിയുണ്ട്, ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ആളുകൾ പേടിച്ചിട്ട് പോകാത്ത പല സ്ഥലങ്ങളും വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സയന്റിഫിക്കലി ഇവിടെ എന്തെങ്കിലും ഒരു എനർജി, സ്പിരിറ്റ്, ഒരു പാരാനോമൽ ഫോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പല ഉപകരണങ്ങളുടെ സഹായത്തോടെ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതൊരു EMF മീറ്റർ ആണ്. ഈ EMF മീറ്റർ വെച്ചിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് അറിയാൻ പറ്റും. കറണ്ട് ഇല്ല, ഇലക്ട്രിസിറ്റി സപ്ലൈ ഒന്നും ഇല്ലാതെ പൂട്ടിക്കിടക്കുന്ന ഒരു വീട്ടിൽ അവിടെ യാതൊരു രീതിയിലും ഒരു EMF സിഗ്നൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു രീതിയിലും ഉണ്ടാവത്തില്ല. സോ ഇത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് എന്തെങ്കിലും ഒരു മൊബൈലോ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന്റെ അടുത്ത് നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ സിഗ്നലുകൾ മാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നി കത്താൻ തുടങ്ങും നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പോ ഞാൻ പിടിച്ചതല്ല, കാണിച്ചില്ല. അപ്പൊ എന്റെ അടുത്ത് എക്യുപ്മെന്റ്സ് വേറെ ഒന്നും നിലവിൽ ഇരിപ്പില്ല, കാണിക്കില്ല. ഞാൻ കാണിച്ചേനെ, അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. UV ലൈറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും, തെർമൽ ക്യാമറകൾ ഉപയോഗിക്കാൻ പറ്റും, ഇൻഫ്രാറെഡ് തെർമോമീറ്ററുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല തരത്തിലുള്ള ഉപകരണങ്ങളുമായി നമ്മൾ ഈ സ്ഥലങ്ങളിൽ നേരിട്ട് പോവുകയും അവിടെ ഈ ഉപകരണങ്ങൾ വെച്ചിട്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബ്നോർമൽ എനർജി അല്ലെങ്കിൽ ഫോഴ്സ് നാട്ടുകാരും എല്ലാവരും പറഞ്ഞ് ഭയക്കുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഈ രീതിയിലുള്ള വീഡിയോകളായിരിക്കും അടുത്ത വീഡിയോ മുതൽ നമ്മുടെ ചാനലിൽ ഉണ്ടാവാൻ പോകുന്നത്. സോ ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും, വിശ്വസിക്കാത്ത ആളുകളുണ്ടാവും. വിശ്വസിക്കാത്ത ആളുകൾക്ക് സ്വന്തം ജീവിതത്തിൽ ഇത് അനുഭവിച്ച് തുടങ്ങി കഴിയുമ്പോൾ അവരും ഇത് വിശ്വസിക്കുന്ന ആളുകളായിട്ട് മാറും. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതിനെപ്പറ്റി ആവശ്യമായ അറിവുകളോ കാര്യങ്ങളോ ഇല്ലാതെ ഒരിക്കലും നിങ്ങളിത് സ്വയം പരിശ്രമിക്കാനോ വീട്ടിൽ ട്രൈ ചെയ്യാനോ ശ്രമിക്കരുത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഈ പ്രേതവും ഭൂതവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ടെങ്കിലും അവയ്ക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരാനോ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനോ കഴിയാത്തത് നമ്മൾ അവയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള പെർമിഷൻ, കൺസെന്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു പെൺകുട്ടി ആൺകുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു വേറൊരു ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു പെൺകുട്ടീനെയോ ആൺകുട്ടീനെയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്ത് നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ചെല്ലാനും പൂവെടുക്കാനും മിണ്ടാനൊക്കെ പോകും. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തോട്ടൊരു ഫ്രീഡത്തിൽ നിങ്ങൾ പോവില്ല. എന്തുകൊണ്ടാണ്? കാരണം ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കംപ്ലൈന്റ് കൊടുക്കാൻ, പരാതി കൊടുക്കാൻ, ചിലപ്പോൾ അടി വരെ കിട്ടാം. പക്ഷെ വൺസ് ആ വ്യക്തി നിങ്ങളോടും ഇഷ്ടമാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്കുണ്ടായിരുന്ന ഫ്രീഡവും സ്വാതന്ത്ര്യവും കാര്യങ്ങളും ആയിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക? അല്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം വളരെയധികം വർദ്ധിക്കും. നിങ്ങൾക്ക് അവരെ തൊടാൻ പറ്റുമായിരിക്കും, അവരുടെ കൈപിടിച്ച് നടക്കാൻ പറ്റുമായിരിക്കും, ഉമ്മ കൊടുക്കാൻ പറ്റുമായിരിക്കും, ഒക്കെ പറ്റുമായിരിക്കും. വ്യത്യാസം വരുന്നുണ്ട്. സമാനമായി പ്രേതവും കാര്യങ്ങളും നമ്മൾക്കിടയിൽ മറ്റ് ആത്മാക്കളും എനർജികളും ഉണ്ടെങ്കിലും അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റാത്തത് നമ്മൾ അവയ്ക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരാനുള്ള കൺസെന്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ടോപ്പിക്കാണ്. ഞാൻ വീഡിയോ പരമാവധി ചെറുതായിട്ട് നിർത്താൻ കാരണം ഞാനൊരു കഥാപ്രസംഗം നടത്താനല്ല നിങ്ങളുടെ അടുത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന വിഷ്വൽസ്, കാര്യങ്ങൾ, യാഥാർത്ഥ്യമായ സംഭവങ്ങൾ നേരിട്ട് നിങ്ങളെ അറിയിക്കാനും കാണിച്ചു തരാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാലും ഞാൻ വളരെ ചുരുക്കി പറയാം. ഒരു ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് 3 ഘട്ടമായിട്ടാണ്. ഒന്നാമത്തെ സ്റ്റേജ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ അനക്കങ്ങൾ, പാത്രങ്ങൾ താഴെ വീഴുന്നത്, എന്താ പറയുക, ചെറിയ ശബ്ദങ്ങൾ കേൾക്കുക, കൈകൊട്ടുന്ന ക്ലാപ്പ് കേൾക്കുക, ഒരാൾ നടക്കുന്നത്, പല ചെറിയ ചെറിയ രൂപങ്ങൾ കാണുക. ഇതായിരിക്കും ഒന്നാമത്തെ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ അതിനെ ഒപ്രഷൻ എന്ന് പറയും. കാരണം ആദ്യം ആത്മാവ് നമ്മുടെ അടുത്ത് സൗഹൃദപരമായിട്ടൊക്കെയാണ് നിന്നിരുന്നെങ്കിൽ അതിന്റെ രൂപവും ഭാവവും പെട്ടെന്ന് അങ്ങ് മാറാൻ തുടങ്ങും. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള നമ്മളെ പീഡിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചലനങ്ങൾ, കാര്യങ്ങൾ ഇതിലോട്ട് കിടക്കും. മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോകുമ്പോൾ അതാണ് ഏറ്റവും ഭയാനകമായ ഒരു സ്റ്റേജ്. അതിനെ പൊസഷൻ എന്ന് പറയും. പൊസഷൻ, നമ്മളെ
പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണം ഈ ആത്മാവ് ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പൊസഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളിത് കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കൺസെന്റ് കൊടുക്കാതെ ഒരു ആത്മാവിനും നമ്മുടെ ലൈഫിലോട്ട് കയറി വരാനോ സ്വാധീനം ചെലുത്താനോ ഒരു രീതിയിലും കഴിയുകയില്ല. നമ്മൾ കുട്ടികൾക്ക് മതപരമായ വിദ്യാഭ്യാസം കൊടുക്കാറുണ്ട്, സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെപ്പറ്റിയും എല്ലാ ആൾക്കാരും ബോധവാന്മാരായിരിക്കുക എന്നുള്ളത്. കാരണം ഈ ഓജോ ബോർഡ് പോലെയുള്ള സ്പിരിറ്റ് ബോർഡുകളും പലതരത്തിലുള്ള കാര്യങ്ങളും ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും മേടിക്കണമെന്നില്ല. നമുക്ക് തന്നെ വീട്ടിലൊരെണ്ണം വരച്ചുണ്ടാക്കിയാലും, ഈവൻ കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് ഒരു ഓജോ ബോർഡ് കളിക്കാൻ ഇരിക്കുക, അപ്പുറത്തെ പറമ്പിലൊരു തേങ്ങ വീണാൽ പോലും അവർ വിചാരിക്കും അതാ പ്രേതം വന്നാന്ന് വിചാരിച്ച്. ചില ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അവരുടെ ഭയത്തെ. പക്ഷെ ചില ആൾക്കാരെ പേടിച്ച് അവരുടെ മാനസിക നില പോലും തെറ്റിപ്പോയ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അടുത്ത പോലും സ്കൂളുകളിൽ പലയിടത്തും നമ്മൾ ആ കേസുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇത് തമാശയല്ല, അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇതിന് അതിൻ്റെതായ പ്രാധാന്യവും ഇമ്പാക്റ്റും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുമുള്ള ശക്തിയും കാര്യങ്ങളുമുള്ള ആത്മാക്കളും നമ്മുടെ ചുറ്റുമുണ്ട്. സോ ആരും തമാശയ്ക്കോ നേരം പോക്കിനോ ഒന്നും വേണ്ടിയിട്ട് ഒരിക്കലും ഇത് ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാരാനോർമൽ ഫിനോമിനൻ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലർക്ക് സിനിമയിൽ നിന്ന് മാത്രമായിരിക്കും കണ്ടു പരിചയമുള്ളത്. ചിലർക്ക് മുത്തശ്ശി കഥകളും കാര്യങ്ങളിലും കേട്ട് പരിചയം ഉണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുകാർക്കിടയിൽ നേരിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെ എൻകൗണ്ടേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ക്ലോസ്ഡ് എൻകൗണ്ടേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും കമൻസിൽ പറയാൻ കഴിയും. കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ നിങ്ങളുടെ അനുഭവങ്ങളോ കാര്യങ്ങളോ അതൊരു പാരാനോർമൽ അല്ലെങ്കിൽ പാരാനോർമൽ എനർജിയുടെ സ്വാധീനമായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ അവരെ സഹായിച്ചേക്കാം. ഇനി അല്ലെങ്കിൽ പോലും ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ എന്നെപ്പോലെ ഈ മേഖലയിൽ താല്പര്യമുള്ള മറ്റാൾക്കാർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമായിരിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കമന്റ് ബോക്സിൽ പറയാം. ഞാൻ എല്ലാവർക്കും ഉത്തരം തരുന്നതായിരിക്കും. പിന്നെ ഞാനൊരു പ്രൊഫസറോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് പാരനോർമൽ കാര്യങ്ങളും ഇഷ്ടമായി അതിനെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു അന്വേഷകൻ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ പ്രേതബാധയുണ്ടെന്ന് പറയുന്ന പല സ്ഥലങ്ങളും ഗിടങ്ങളും ഉണ്ടെങ്കിലും അതിലൊരു 90% ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ വയറിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടായിട്ട് വരുന്നതോ ഒക്കെ ആകാം. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, കുറെ നാളൊരു വീട് പൂട്ടിക്കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർ പല കഥകൾ പറയാൻ തുടങ്ങും. ആ കഥകൾ പിന്നെ മൗത്ത് പബ്ലിസിറ്റി വഴി പറഞ്ഞ് പല ആൾക്കാരിലെത്തും. അങ്ങനെ പല കഥകളാവും. ഇവിടെ അടുത്ത് അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട്. പണ്ട് പൂട്ടിക്കിടക്കുന്ന വീടുകൾ ഇന്ന് പ്രേതാലയം എന്ന് പറഞ്ഞ ആൾക്കാർ കഥകൾ ഉണ്ടാക്കുന്ന പല കേസുകളുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കുന്ന, ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും ഒരു എനർജി അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് എളുപ്പത്തിൽ അറിയാൻ പറ്റും. അതിൽ അറിയാനും കേൾക്കാനും നമ്മുടെ അഡ്വഞ്ചർ ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം 7 മണിക്ക് നമ്മൾ നമ്മുടെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒഴിവുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ കൂട്ടുകാരെ ഒക്കെ പറഞ്ഞു തരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയും അന്വേഷിക്കുകയും അവിടെ രാത്രികൾ സ്പെൻഡ് ചെയ്യുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തും ഇതുപോലെ എന്തെങ്കിലും പൂട്ടിക്കിടക്കുന്ന വീടുകളോ കാര്യങ്ങളോ ആൾക്കാർ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഉറപ്പായിട്ടും വരികയും അവിടെ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ വീടുകളിലോ നിങ്ങൾ താമസിക്കുന്ന ബന്ധുക്കളുടെ, നിങ്ങളുടെ അടുത്ത ആരുടെങ്കിലും കൂട്ടുകാരുടെ ബന്ധുക്കളുടെ, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ രാത്രി പാത്രം വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ, ചെന്ന് നോക്കും ഒന്നും കാണുന്നില്ല, വരുത്തുപോക്കുണ്ട്, അത് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും അവസ്ഥകൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാൻ കഴിയും. നമ്മൾ വരികയും അവിടെ ചെക്ക് ചെയ്യും. നിങ്ങളുടെ പോയ മനസ്സമാധാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള അവസ്ഥയിലാക്കി തരികയും ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വിചാരിച്ചാലും കുറച്ച് അധികം സമയം മുന്നോട്ട് പോയിരിക്കുകയാണ്. അടുത്ത വീഡിയോ ഒരിക്കലും കഥ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കത്തില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽ സൈറ്റ് വിസിറ്റും അവിടെ നമ്മൾ പലതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ എന്തെങ്കിലും ഒരു അബ്നോർമൽ എനർജി ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്ന പല വീഡിയോകളായിരിക്കും ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. കഥ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ ഇനി ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. ഈ റിയൽ സൈറ്റ് വിസിറ്റ് ആണ്. കാരണം നമ്മുടെ ലിസ്റ്റിൽ ഒരുപാട് വീടുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് പറഞ്ഞേക്കുന്നുണ്ട്. ചെന്ന് നോക്കാനുള്ള വീടുകൾ, സ്ഥലങ്ങൾ ഒരുപാട് നമ്മുടെ ലിസ്റ്റിലുണ്ട്. സോ നമ്മളത് ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ എനർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ലൈവായിട്ടുള്ള ട്രൂ വിഷൻ എത്തിക്കുകയും ചെയ്യും. സോ ഇഷ്ടപ്പെട്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.